റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വർക്കല ട്രെയിൻ ആക്രമണ കേസ് പ്രതി സുരേഷ് കുമാറിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ഈ സുരേഷ് കുമാർ വീട്ടിലും സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. സുരേഷ് ഭാര്യയെ മർദ്ദിച്ചിരുന്നുവെന്ന് സഹോദരൻ ഷിബു പറയുന്നു. മർദ്ദനം സഹിക്കവയ്യാതെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. സുരേഷിന്റെ 2 മക്കൾ പോലും കഴിയുന്നത് സഹോദരന്റെ വീട്ടിലാണ്. നേരത്തെ പോക്കറ്റടിക്കാരനായിരുന്നു ഈ സുരേഷ് എന്നാണ് അറിയുന്ന വിവരം. കോട്ടയത്ത് പെയിന്റിംഗ് പണിക്കുള്ള സൈറ്റ് നോക്കി വരുമ്പോഴാണ് സുരേഷ് ആക്രമണം നടത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആഷിൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷിൻ ഡിയാഗോ, നമുക്ക് ഇതുവരെയും അറിയാൻ സാധിച്ചത് ഈ സുരേഷ് കുമാറിന്റെ പശ്ചാത്തലം അത്ര ക്ലീൻ അല്ല എന്നുള്ളതാണ്. വീട്ടിൽ പോലും സ്ഥിരം പ്രശ്നക്കാരൻ, കടുത്ത മദ്യപാനി, ഭാര്യയെ തല്ലുന്നയാൾ, മക്കൾ പോലും ഇയാളെ ഭയന്ന് സഹോദരങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നു. ഇയാൾ പഴയ പോക്കറ്റടിക്കാരനാണ് എന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? ആഷിൻ ഡിയാഗോ. തീർച്ചയായും ഇയാൾ നാട്ടിൽ മാത്രമല്ല വീട്ടിലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ നിരന്തര സ്ഥിരം മദ്യപാനിയാണ്. മദ്യപിച്ച ശേഷം വീട്ടിലേക്ക് എത്തി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മിക്കതും ഈ പ്രശ്നങ്ങൾ ഭാര്യയെ വലിയ രീതിയിൽ മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലായി നടക്കുന്നത്. ഈ മർദ്ദനം സഹിക്കാൻ വയ്യാതെയാണ് ഈ ഭാര്യ ഇയാളുടെ വീട്ടിൽ നിന്ന് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹോം ലോണുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇയാളുടെ മദ്യപാനവുമായി ബന്ധപ്പെട്ടും വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ബന്ധുവിൽ നിന്നുമൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇയാൾ നേരത്തെ തന്നെ ഈ വീടിനോട് ചേർന്നുള്ള സമീപ പ്രദേശങ്ങളിലെ ഉത്സവ പറമ്പുകളിലെല്ലാം തന്നെ ഒരു സംഘത്തോടൊപ്പം എത്തി പോക്കറ്റടി നടത്തുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. നിരവധി പോക്കറ്റടികൾ ഇയാൾ നടത്തിയിട്ടുണ്ട്, പിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പിന്നീട് ഇത് മോഷ്ടിച്ച വസ്തുക്കൾ തിരിച്ചു നൽകി കേസ് ഒഴിവാക്കി പോവുകയാണ് പതിവ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ പിടിക്കപ്പെടാത്തതെല്ലാം ഇയാൾ അങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇയാളുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷമാണ് പെയിന്റിങ്ങും അതുപോലെ തന്നെ കമ്പി വേലി കെട്ട പണികളിലേക്ക് തിരിയുന്നതും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനു വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തേക്ക് ഇയാൾ പോയത് എന്നുള്ളതാണ്. ഏതാണ്ട് നിരവധി മറ്റു തൊഴിലാളികൾക്കൊപ്പമാണ് ഇയാൾ കോട്ടയത്തെ പുതിയ സൈറ്റിൽ അവരുടെ പരിശോധനയ്ക്ക് വേണ്ടി എത്തി മടങ്ങവെയാണ് ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല ഇതേ സമയം ഈ ആക്രമണം നടക്കുന്ന സമയം ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവർ ഉറക്കത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ഇയാൾ ഇവിടെ നിന്നും വർക്കലയിലേക്ക് 8:30 ട്രെയിൻ എത്തുന്നു. ട്രെയിനിൽ നിന്നും പിന്നീട് ബോഗി മാറി ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നു. അതിനുശേഷമാണ് ഇയാൾ ഇത്തരത്തിൽ ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാര്യ പിണങ്ങി വീട്ടിലേക്ക് പോയതോടുകൂടി തന്നെ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന ഇയാളുടെ 2 കുട്ടികൾ സഹോദരന്റെ വീട്ടിലേക്ക് ആശ്രയം പ്രാപിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. വീട്ടിൽ സ്ഥിരം പ്രശ്നമായതുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു വരുമാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പലപ്പോഴും ഈ വരുമാനത്തിൻ്റെ പൂർണ്ണമായും ലഭിച്ചിരുന്ന വരുമാനം ഇയാൾ മദ്യപാനത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വീടുകളിൽ ഈ സഹോദരൻ്റെയോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെയോ സഹായത്തോടു കൂടിയാണ് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം കാര്യങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മർദ്ദനം സഹിക്കാതെ വയ്യാതെ ക്രൂരമായ മർദ്ദനമാണ് ഇയാളുടെ ഭാര്യയ്ക്കടക്കം നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഇയാൾക്കെതിരെ കേസുകളില്ല എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിലും ഒക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. പശ്ചാത്തലം ഇതാണ്. സുരേഷിന്റെ പശ്ചാത്തലം അത്ര ക്ലീൻ അല്ല. അയാൾ ഒരു പോക്കറ്റടിക്കാരനായിരുന്നു. അങ്ങനെ ഒരു സംഘത്തിൽപ്പെട്ടയാളാണ് ഇയാൾ. വീട്ടിൽ സ്ഥിരം മദ്യപിച്ചെത്തി ഭാര്യയെ മർദ്ദിക്കുന്നയാളായിരുന്നു. ഭാര്യ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ്. മക്കൾ സഹോദരന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനൊരു പശ്ചാത്തലമുണ്ട്.